ഇനി നമുക്ക് ഒരു ഉദാഹരണം കൂടി നോക്കാം. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ കുറച്ചും കൂടി ഒരു ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഐ ഡാൻസ്, യു ഡാൻസ്, വി ഡാൻസ്, ദേ ഡാൻസ്. അതായത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, തേർഡ് പേഴ്സൺ പ്ലൂറൽ. ഇതിൻ്റെ കൂടെയൊക്കെ ഡാൻസ് എന്നാണ് പറയുക. അതായത് വെർബ് ഡാൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇനി തേർഡ് പേഴ്സൺ സിംഗുലർ, അതായത് ഹി, ഷീ ഓർ ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ എസ് കൂട്ടിയിട്ട് ഡാൻസസ് എന്ന് പറയണം. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഗ്രാമർ റൂൾ. അതായത് ഐ, യു, വി, ദേ ഇതിൻ്റെ കൂടെ ഡാൻസ് എന്നും, ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടെ ഡാൻസേഴ്സ് എന്നും പറയും. ഉദാഹരണത്തിന് ഐ ഡാൻസ്, യു ഡാൻസ്, ദേ ഡാൻസ് ആൻഡ് 500 persons ഡാൻസ്. പക്ഷേ ഹി ഡാൻസസ് ഓർ ഷീ ഡാൻസസ്. ഒരു തമാശ പറയാറുണ്ട്, 500 persons ഡാൻസ് ബട്ട് ഹി ഡാൻസസ്. അവനെന്താ കൂടുതൽ ഡാൻസ് കളിക്കണമെന്നുള്ളൊരു തമാശ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ നിയമം അങ്ങനെയാണ്. പക്ഷേ അത് നമ്മൾ അങ്ങനെ എഴുതിയേ പറ്റൂ. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ ഇനിയും റൂൾസ് ഉണ്ട്. ഉദാഹരണത്തിന് 2 നൗണുകൾ ഓർ എന്ന കൺജക്ഷൻ ഉപയോഗിച്ച് ഒരുമിപ്പിച്ചതാണെങ്കിൽ അത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ നമ്മൾ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. പിന്നെ ഈച്ച്, എവരി എന്നീ വാക്കുകൾ സബ്ജക്റ്റിൻ്റെ ഭാഗമാണെങ്കിൽ അതും സിംഗുലർ ആയിട്ടാണ്, സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടാണ് കരുതുക. അപ്പോൾ അതിനും സിംഗുലർ വെർബ് ഉപയോഗിക്കണം. പിന്നെ അതേപോലെ എവരി വൺ, എനി വൺ, എവരിബഡി എന്നുള്ളതൊക്കെ സബ്ജക്റ്റിൻ്റെ ഭാഗമാണെങ്കിലും അത് സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോഴും അതിനും പിന്നെ വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ കൂടുതലൊക്കെ പറയാം. എല്ലാ കാര്യം പറയുമ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അത് ഇനിയൊരു വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കോണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു തംസപ്പ് കൊടുത്ത് തരിക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ബൈ.